നിനക്ക് വല്ല കഴിവുണ്ടോടാ? എന്താ അങ്ങനെ ഒരു സ്പീക്ക്? കാര്യമല്ലേ പറഞ്ഞ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാ? ഉണ്ടാ. എന്തുണ്ടാ? ഡിഗ്രി. നീ ഫുള്ളാക്കിയ? ഇല്ല, അവളല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അത് ഫുള്ളാക്കി കൂടായിരുന്നോ? അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? നീ പഠിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ MA ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ആളാണല്ലോ എനിക്ക് ക്ലാസ് എടുത്തിരുന്നത്. ആടാ, ഞാൻ പാസ്സായിട്ട് തന്നെ നടക്കുന്നത്. നിനക്ക് പാസ്സാവണ എന്റെ കൂടെ വാ. കൂടെ വന്നാൽ നിന്റെ ഡിഗ്രി എഴുതി പഠിപ്പിച്ച് ഞാൻ പാസ്സാക്കി തരും. ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് വാടാ. ഇറങ്ങടാ, ഇറങ്ങി പോ. RK ഫർണിച്ചർ ഗ്രൂപ്പ്. അപ്പൊ ഫർണിച്ചർ എടുക്കാൻ വേണ്ടി വന്നാ? RK ഫ്യൂച്ചർ ഗ്രൂപ്പ്. മറ്റേ ആളെന്തേ? അത് മറ്റേ ആള്. ഞാൻ ഇല്ലാത്തപ്പോ നിങ്ങൾ എപ്പോഴാണ് നീന്നത്? എടാ, ഞാൻ ഇവിടെ നിന്നല്ലടാ PG കഴിഞ്ഞ പിച്ചക്കാരാ. നിങ്ങളെപ്പോഴും സെപ്പറേറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തേ? എൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോലും അറിയാതെ ഇവിടെ PG കംപ്ലീറ്റ് ആക്കിയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊന്നും വലിയ താമസമൊന്നും വേണ്ട, അതും കുറഞ്ഞ ചെലവിൽ. അതിനൊക്കെ കണ്ടമാനം പൈസ ആവില്ല മട്ടൊക്കെ. നിങ്ങളാച്ച ശമ്പളം കൂടി തരുന്നില്ല എനിക്ക്. ഈ മാസത്തെ ശമ്പളം ഞാൻ നിനക്ക് തരണമെന്ന് എഴുതിയതാണ്. ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തോളാം. നീ ഇവിടെ ഒന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് കൗൺസിലിനെ മീറ്റ് ചെയ്യാം. ഇവനുണ്ടല്ല, ഡിഗ്രി 8 നില പൊട്ടിയതാ. ഇവനൊന്ന് പാസ്സാക്കാം. 8 അല്ല 2. 2 ഇവനെ പാസ്സാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞോട്. നമുക്ക് ധൈര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാലോ. നമുക്ക് ഡിഗ്രി ഇപ്പോൾ ജോബിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് UGC, NAC, WES അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും ഓൺലൈനായിട്ട് എക്സാംസ് എഴുതി അറ്റൻഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഇക്വലൈസേഷൻ, MOED ഇക്വലൈസേഷൻ നമുക്ക് കിട്ടുന്നതാണ്. മൊട്ടകാക്ക, ഇനിയിപ്പോൾ എങ്ങനെ എനിക്ക് പണി കിട്ടുമോ? മിഞ്ഞാന്നാണ് ഇവിടെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പേരിൽ കേസ് ഉണ്ടായി. ന്യൂസിലൊക്കെ ഞാൻ കണ്ടതാ. ഇനിയിപ്പോൾ അങ്ങനെയായിട്ട് ആവുമോ? അത് പേടിക്കേണ്ട. നമ്മളിവിടെ MOE അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് കൊടുക്കുന്നത്. ഇദ്ദേഹം ഇവിടെ നിന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം നിനക്കെല്ലാം ക്ലിയർ ആയില്ലേ? വാ, നമുക്ക് മാനേജറെ കണ്ടിട്ട് പോവാം. RK ഗ്രൂപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് SSLC മുതൽ PG വരെ എല്ലാ കോഴ്സുകളുമാണ്. SSLC +2 ചെയ്യുന്നത് കോപ്സ് ആൻഡ് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള ബോർഡുകളിലാണ്. കൂടാതെ UG PG കോഴ്സസ് ആണെങ്കിൽ MOE ആൻഡ് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലാണ്. മക്കളെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഷാർജയിൽ റഹ്മ 1 സീസേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇനി പഠിത്ത പാതി വഴി ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നവരൊട്ടും പേടിച്ചിട്ട് RK ഫ്യൂച്ചർ ഗ്രൂപ്പ് കൺസൾട്ടൻസ്. ഫ്യൂച്ചർ പോയല്ലോ എന്നുള്ള പേടി ഇനി വേണ്ട.